ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. പൊട്ടിത്തെറി എന്തെങ്കിലും ഉണ്ടായോ മോളെ? മഞ്ജു നിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായോ? അവളെന്നെ കാണാൻ വന്നില്ല. പക്ഷേ അച്ഛൻ അവളെ കാണാൻ അങ്ങോട്ട് പോണം. എന്നിട്ട് ഇനി ജീവന്റെ അരികിലേക്ക് പോവരുതെന്ന് പറയണം. ഞാൻ അങ്ങനെ പറഞ്ഞ അവള് കേക്കുവോ? അതും ഈ സാഹചര്യത്തില്. നമ്മുടെ കാലക്കേട് കൊണ്ട് അവനെ കാണാൻ പോയപ്പോഴാണല്ലോ അവൾ ആഗ്രഹിച്ച കാര്യം നടന്നത്. അതുകൊണ്ട് ഇനി എന്തായാലും അവന്റെ സേവനം അവള് വേണ്ടെന്ന് വെക്കില്ല. പ്രത്യേകിച്ച് നമുക്കൊക്കെ ജീവനോട് എതിർപ്പാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ അവളെ കണ്ടിട്ട് പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയണം. അത് അവളുടെ സംശയം കൂട്ടേ ഉള്ളൂ. നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ നടന്നൊന്നും പറയില്ല. പക്ഷെ ജീവനോട് കാര്യങ്ങൾ തിരക്കിയാൽ അവൻ മനുഷ്യത്വമില്ലാത്തവനാ. അവൻ മഞ്ജുവിനെ എല്ലാം അറിയിച്ചെന്ന് വരും. ഇതുവരെ പറയാതിരുന്നത് നമ്മുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അവള് നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവളും അനന്തും ആഗ്രഹിക്കുന്നതൊന്നും നമ്മൾ അവർക്ക് കൊടുക്കില്ല. എന്നെ അനുസരിക്കുന്ന മക്കൾക്ക് ഞാൻ എന്റെ സമ്പത്തൊക്കെ കൊടുക്കൂ. അച്ഛനും അങ്ങനെ തന്നെ വേണം. മഞ്ജു അനാഥയാണെന്ന ബോധം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല അച്ഛാ. അവളുടെ സ്വഭാവ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ എന്ന ഫ്രോഡ് അവള് മകളാണെന്ന് പറഞ്ഞ അവളെ കാണാൻ പോകുന്നത്. മഞ്ജു അനാഥയാണെന്ന് അവൻ അറിഞ്ഞതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്നാലും അവര് തമ്മിൽ അടുക്കും തോറും എന്റെ നെഞ്ചിൽ തീയ. അതുകൊണ്ട് അച്ഛനൊന്ന് സഹായിച്ചേ പറ്റൂ. നമ്മുടെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ കാലണ കിട്ടില്ല എന്ന് പറയണം. സ്വത്തിലും പണത്തിലും ഒക്കെയാ രണ്ടിന്റെയും നോട്ടം. അത് കിട്ടില്ല എന്ന് വരുമ്പോ അനന്ത് അവൾ ഉപദേശിക്കുന്ന കാര്യം ഉറപ്പാ. എന്തായാലും പെൺകുട്ടികളെ വേട്ടയാടുന്ന ഒരുത്തിനുമായിട്ട് ഇനി മഞ്ജു അനന്ത് കാണാൻ പാടില്ല. എന്റെ കഴിഞ്ഞ കാല കഥകൾ അനന്തരവന്മാരോ മക്കളോ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതച്ഛന്റെ മനസ്സിലുണ്ടാവണം. ഒരിക്കൽ അപമാനം കൊണ്ട് നീറി നീറി ദിവസങ്ങൾ തള്ളി നീക്കിയപ്പോ ഞാൻ മരിക്കാതെ പിടിച്ചു നിന്നത് അച്ഛനു വേണ്ടി മാത്ര. വീണ്ടും പഴയ പോലെ അവൻ എന്നെ കൊല്ലാതെ കൊല്ലാൻ നോക്കിയ 2 മരണം നടക്കും. അവനെ കൊന്നിട്ട് ഞാനും തീരും. എന്തായാലും എന്നെ ജയിക്കാൻ ഞാൻ ഇനി അവനെ അനുവദിക്കില്ല. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയവര് വീണ്ടും വന്നല്ലോ. വന്ന വഴി മറന്നത് ഞാനല്ല, നീയും നിന്റെ ഭർത്താവുവാ. ദേ ആരെ വന്നേന്ന് കണ്ടോ? കൊച്ചുമക്കളെ മറന്നുപോയ ഒരാള്. ഞാൻ ആരും മറന്നിട്ടില്ല. ബന്ധങ്ങളുടെ വിലയേറിയാതെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നീയാ മഞ്ജു. മുത്തച്ഛൻ ഇവിടെ വരാം. ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടില്ല. അതുകൊണ്ട് ഈ വീട്ടില് മുത്തച്ഛന് മാത്രമല്ല അപ്പച്ചിക്കും വരാം. എന്ന് വെച്ചാ നിങ്ങളുടെ പേരിൽ ഈ വീട് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും വരാൻ പറ്റില്ലെന്ന്. കാർത്തു എന്ന കരിന്തേലിനെ പൊക്കി പറയാനാ വരുന്നെങ്കിൽ ആരും ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാനിപ്പോ വന്നത് ദേവയുടെ വിഷമത്തെ കുറിച്ച് പറയാനാ. നിങ്ങൾ ഡോക്ടർ ജീവനെ കാണുന്നത് ദേവയ്ക്ക് ഇഷ്ടമല്ല. അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഇനി അവിടേക്ക് പോവരുത്. അവൻ സഹായിച്ചിടത്തോളം മതി, ഇനി വേണ്ട. മുത്തച്ഛനും അപ്പച്ചിയൊക്കെ ഇന്നലെ കണ്ടവളെ ചേർത്ത് നിർത്തിയിട്ട് ഞങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞു. എന്നാ അതുപോലെ നന്ദികേട് കാണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അമ്മയാകണമെന്ന് ഇവളുടെ ആഗ്രഹം നാളെ യാഥാർത്ഥ്യമാകും. അതിന് കാരണക്കാരൻ ഡോക്ടർ ജീവനാ. അദ്ദേഹത്തെ പോയി കാണരുതെന്ന് പറഞ്ഞ അതിൽ പരം നന്ദികേട് വേറെ ഇല്ല. അല്ല, അമ്മയ്ക്കെന്താ ഡോക്ടറുമായിട്ട് ഇത്ര പ്രശ്നം? പല കാരണങ്ങളും പറയുന്ന കേട്ടു. പക്ഷേ ഞങ്ങൾക്കൊരു സംശയം. എന്റെ അമ്മയും ജീവൻ ഡോക്ടറും തമ്മില് മുൻപ് അടുപ്പത്തിലായിരുന്നു. അനാവശ്യം പറയരുത്. ഇപ്പൊ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കാർത്തൂനെ കാണുമ്പോ അവളോട് പറയാൻ പോവാ. എങ്ങനെയെങ്കിലും ദീപനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന്. കാർത്തു പറഞ്ഞ അവൻ കേൾക്കും.
ഇനി ദീപനെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഞാൻ തന്നെ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അത്രയ്ക്കൊക്കെ വലിയ മനസ്സാണ് നിന്റെതെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നീ കണ്ടോ, ഒരു ദിവസം ദീപനെയും കൊണ്ട് ഞാനിവിടെ വരും. എന്നാ ഇനി അങ്ങനെ വന്ന ശേഷം നീ ഈ മുറിയിലേക്ക് വന്നാ മതി. അതുവരെ ഇവിടെ ഇഷ്ടംപോലെ റൂം ഉണ്ടല്ലോ, ഏതാന്ന് വെച്ചാൽ നിനക്ക് എടുക്കാം, അവിടെ പോയി കിടക്കാം. എന്തായാലും ദീപേട്ടൻ വരുന്നത് വരെ നിന്റെ മുഖം എനിക്ക് കാണണ്ട. നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ദീപൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നോ? നീ എന്റെ ഭർത്താവാണ് മറ്റുള്ളവരുടെ കൺമുമ്പില്. അങ്ങനെയുള്ള നീ പോയി വരരുതെന്ന് പറഞ്ഞ പിന്നെ ദീപേട്ടൻ വരുവോ? അങ്ങേരെ ആത്മാഭിമാനമുള്ളവരാണ്, നിന്നെ പോലെയല്ല. ശരി, എന്നാ ഇനി ദീപം വന്നിട്ട് നീ എന്നെ ഈ മുറിയിലേക്ക് വിളിച്ചാൽ മതി. നീ ഇന്നലെ വരെ കണ്ട ഉണ്ണിയല്ലടി ഞാനിന്ന്. നിന്റെ കുഞ്ഞിനെ കൊന്നു തന്നെ ഞാൻ പകരം വീട്ടു. ഞാൻ കാർത്തൂനെ കാണാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ ഉണ്ണിയേട്ടാ? ഞാൻ അന്ന് പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുക. കാർത്തു പറഞ്ഞുകൊണ്ടായിരിക്കും ദീപനിപ്പോ വീട്ടിലേക്ക് വരാത്തത്. ഇനി അത് വേണ്ട, അവൻ വന്നോട്ടെ. എന്തൊക്കെയാ ഉണ്ണിയേട്ടനീ പറയുന്നത്? വിജിതയുടെ അടുത്ത സുഹൃത്താണ് ദീപൻ. അതുകൊണ്ട് ഉണ്ണിയേട്ടന് ഇഷ്ടമില്ലാത്ത ഒരാള് അവിടെ വരണോ? ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവര് തമ്മില് നമ്മളെ കരുതുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പത്തില്ല. അതൊക്കെ എനിക്കറിയാം. എന്നിട്ടാണോ ദീപേട്ടൻ അങ്ങോട്ട് വരണമെന്ന് പറയുന്നത്? അവൻ അവിടേക്ക് വന്നില്ലെങ്കിൽ അത് ഞാനും വിജിതയും തമ്മിലുള്ള അകലം കൂട്ടും. അപ്പോ ദീപേട്ടനും വിജിതയും തമ്മിൽ കണ്ട അവര് തമ്മിലുള്ള അടുപ്പം കൂടില്ലേ? അതൊന്നും ഇനി ഞാൻ കാര്യമാക്കുന്നില്ല. ഉണ്ണേട്ടന് എന്താ പറ്റിയത്? ഞാൻ എന്റെ ഈ ജീവിതത്തിനിടയ്ക്ക് വിജിതയെ പോലെ ഇത്രയും സ്വഭാവ ദോഷമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. കാർത്തു ഒരാളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അവൾ അത്രത്തോളം മോശമായി പ്രവർത്തിക്കുന്ന പെൺകുട്ടിയായിരിക്കണം. അങ്ങനെയുള്ളവളെ ഇനി എനിക്ക് തിരുത്താൻ പറ്റുമോ? ദൈവത്തിന് അതിന് കഴിയോ? ദൈവത്തെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഉണ്ണേട്ടന് മനസ്സമാധാനം കിട്ടണേന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടാ വരുന്നേ. കാർത്തുന്റെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കട്ടെ. എങ്കിലും എനിക്ക് വിശ്വാസമില്ല കാർത്തു പെട്ടെന്നൊന്നും എന്റെ മനസ്സ് ശാന്തമാവുമെന്ന്. വിജിതയുടെ ഓരോരോ കള്ളത്തരങ്ങള് ഉണ്ണേട്ടൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയല്ലേ? മറ്റുള്ളവര് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി തുടങ്ങിയല്ലേ? ജീവിതത്തില് ഞാൻ എല്ലാരും തള്ളിക്കളഞ്ഞു. എന്റെ ഏട്ടനെയും ഏട്ടത്തെയും കാർത്തുനെയും ഒക്കെ അവൾക്ക് വേണ്ടി. എന്നാ തള്ളിക്കളഞ്ഞവരുടെയൊക്കെ മനസ്സ് നല്ലതായതുകൊണ്ട് അവരെ വേദനിപ്പിച്ചതിലുള്ള തിരിച്ചടിയാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അതിന് ദീപനോടെ വരുന്നെങ്കിൽ വന്നോട്ടെ. ഉണ്ണിയേട്ടൻ വിജിതയുമായിട്ട് ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതേപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ വാക്ക് കേട്ട കാർത്തു ഇപ്പോഴും കേൾക്കണം. ദീപനെ കാണണം. അവനോട് എനിക്കൊരു ദേഷ്യമില്ലെന്ന് പറയണം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അവനോട് നമ്മുടെ തറവാട്ടി വരാൻ പറയണം. അവൾ ഉണ്ണിയേട്ടനെ ഇട്ട് പൊരിക്കുന്നുണ്ടാവും. എനിക്കറിയാവുന്നതല്ലേ അവളെ. സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഉണ്ണിയേട്ടൻ എന്റെ മുന്നിലേക്ക് വന്നത്. എനിക്കിപ്പോ ഒരു സങ്കടമില്ല കാർത്തു. ഞാൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാ. ജീവിതത്തിന് പല മുഖങ്ങളും ഉണ്ട്. ഓരോ ഘട്ടത്തിലും ഓരോരോ വേഷങ്ങൾ നമ്മളെടുത്ത് അണിയേണ്ടി വരും. ഇതിന്റെ പുതിയ വേഷോ? എന്തോട്ടിന് ഇരിക്ക. മഞ്ജു എടുത്ത് എന്താ കൊണ്ടുവരാഞ്ഞേ? അവൾക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അടുത്ത് തന്നെ വരും. എന്നും 2 തവണ അരുൺ സാറിന്റെ അമ്മ എന്നെ വിളിക്കും. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും.
മഞ്ജുടുത്തി മാറിയെന്നറിയുന്ന തന്നെ വലിയ ആശ്വാസ. ആ മാറ്റം അപ്പച്ചിയായിരുന്നു എന്ന് അംഗീകരിച്ചു കാണില്ല. അതൊന്നും നോക്കണ്ട. മാളു എന്നെ കാണാൻ വന്നപ്പോഴും എല്ലാവർക്കും ഭയമായിരുന്നു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാവരും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോണം. അതാ എല്ലാവർക്കും സന്തോഷം. സാറിവിടെ എവിടെയോ ഉണ്ട്. ആരുടെയോ പറമ്പില് മണ്ണ് പരിശോധിക്കാൻ പോയിരിക്കാം. ചിലപ്പോ ഉടനെ വരും. ഉടനെ വരുമോ? ഇടയ്ക്ക് വിളിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞത്. ഓഹോ. അവൾ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്തായാലും മോര് കാണാതിരിക്കില്ല. മോരിഷ്ടപ്പെടുന്നവള് മോര് കലക്കി വെച്ചിട്ടുണ്ട്. കുടിക്കുമ്പോ നല്ല രുചി ഉണ്ടാവുന്ന വൈദ്യര് പറഞ്ഞത്. അവളെ ടേസ്റ്റോടെ കുടിക്കട്ടെ. അതിലൊരു പങ്ക് അവളുടെ ഭർത്താവും കുടിക്കട്ടെ. അവനൊരു എല്ല് കൂടുതലാ. അടുക്കളയില് പൂച്ച കയറിയും തോന്നുന്നു. അനന്തോട്ടിനിരിക്കെ ചായ കുടിച്ചിട്ട് പോയാ മതി. ഈ വാതിൽ ഞാൻ അടച്ചിട്ടതായിരുന്നല്ലോ. സാറ് വന്നെന്ന് തോന്നുന്നു.
അവളുടെ ഒരു ഷെയർ. എന്തു പറ്റി അനന്തേട്ടാ? അല്ല, എന്റെ പേഴ്സേ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയെന്ന് തോന്നുന്നേ. അല്ല, കാറിൽ നോക്കിയിട്ട് കണ്ടില്ല. അയ്യോ, ഞാനൊന്ന് നോക്കട്ടെ. ഈ സമയത്ത് അവള് കാറിൽ വന്ന് കേറിയാ മതിയായിരുന്നു. അനന്തേട്ടാ, പേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ആ, ഓ, ആശ്വാസായി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്തൊരു പരീക്ഷണോ! ഒരാക്ഷസ് വന്നും തോന്നുന്നു. എന്റെ അമ്മ. അപ്പച്ചി വന്നല്ലോ. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായുള്ളൂ. ഈ പുതിയ വരവിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം ഒന്നുമില്ല. ഞങ്ങളോടുള്ള ഏട്ടന്റെ അടുത്തിടം പിണക്കമൊക്കെ അവസാനിച്ചു. അതെങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്ന പിണക്കമല്ലല്ലോ. അപ്പച്ചിക്കും മാളുവിനൊക്കെ മാറാമെങ്കിൽ ഞങ്ങൾക്ക് മാറിക്കൂടെ? മാറിക്കൂടാ. നീ മാറിയാലും മഞ്ജു ഒരിക്കലും മാറില്ല. ഇപ്പൊ കണ്ണേട്ടം വന്ന് ഇതുപോലെ സംസാരിച്ചതേ ഉള്ളൂ. ഇനി അപ്പച്ചിയും കൂടെ വേണ്ട. അതല്ല മോളെ, സ്വത്തൊന്നും ഇവർക്ക് കൊടുക്കില്ലെന്ന് അച്ഛൻ രണ്ടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും അടവെടുത്തോണ്ട് വന്നതാണോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പച്ചി വെറുതെ സംശയിക്കണ്ട. പരസ്പരം തമ്മിലടിച്ച് കഴിയേണ്ടവരല്ല എന്റെ അരുണിന്റെയും കുടുംബമെന്ന് ഞാൻ മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. പ്രത്യേകിച്ച് അവള് അമ്മയാകാൻ പോകുന്ന സാഹചര്യത്തില്. പിന്നെ ഈ സമയത്ത് അവൾക്കൊരു കൂട്ട് വേണമെന്ന് അവൾക്കും തോന്നി. അതുകൊണ്ട് വഴക്കൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇനി ഇതിന്റെയൊക്കെ പിന്നാലെ അവളെയും കൊണ്ടുവരുമോ? ഏട്ടത്തി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുവാ. ആണോടാ? അപ്പച്ചിക്കും അരുണിനും ഇഷ്ടമല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നില്ല. അതായിരിക്കും നല്ലത്. ഒന്നും വേണ്ട, ഏട്ടത്തിക്ക് ഇഷ്ടമാണെങ്കിൽ പോന്നോട്ടെ. അപ്പച്ചി പേടിക്കണ്ട, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു വീഴ്ച ഉണ്ടാവില്ല. ഞാൻ പോയിട്ട് വരാം കാർത്തു. വന്നിട്ട് പോയതാ. പിന്നെ പേഴ്സ് വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വന്നതാ. ഇവിടുത്തെ എവിടെ പോയി? ഇവിടെ വീണ്ടും കേറിയില്ലേ? അയ്യോ, കരുണമാമയോ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നോ? ആ, ഇറങ്ങി മോളെ. സ്ഥിരമായിട്ട് പുറത്തിറങ്ങി. അവിടുന്ന് വരുന്ന വഴിയാ ഞാൻ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഞാൻ ആദ്യം ഓർത്തത് മോളുടെ മുഖവാ. അതുകൊണ്ടാ ഞാൻ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. കരുണമാമ കേറി വാ. വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ ഓരോന്ന് ചെയ്തിട്ടാണല്ലോ ജയിലിലേക്ക് പോയത്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ മോളെ. നിനക്കറിയാവല്ലോ എന്റെ മോളെയും ഭാര്യയുടെയും സ്വഭാവം. വിജിതയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും ഉണ്ണിയുടെ അല്ല. അതേപ്പറ്റി ഇപ്പൊ ഉണ്ണി വേദന തിന്ന് നടക്കുക. അതുകൂടി ഓർത്തിട്ടാ ഞാൻ ആഹാരത്തിൽ വിഷം കലർത്തിയത്.
അത് അവരെ കൊണ്ട് തീരിച്ചിട്ട് എനിക്ക് ജീവിക്കാനൊന്നുമല്ല, അവരുടെ കൂടെ എനിക്കും മരിക്കണമെന്നായിരുന്നു. എന്നാലും ഇതിനൊക്കെ എങ്ങനെ തോന്നുന്നു? തോന്നിപ്പോകും മോളെ. അതുപോലുള്ള ഓരോ അനുഭവങ്ങളല്ലേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കരുണമാമ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല അല്ലേ? അതിന് ഞാൻ എങ്ങോട്ടും പോയില്ലല്ലോ. മോളുടെ മുഖം കണ്ടിട്ട് പോയ ഒരു ഐശ്വര്യമാ. ഇനി വീട്ടിലോട്ട് ചെന്നാ അവിടെ കയറ്റുവോ? കയറ്റിയില്ലെങ്കിൽ വേണ്ട, അവൾ വരെ എന്നെ ഇറക്കി വിടട്ടെ. മനുഷ്യപ്പറ്റില്ലാത്ത കൂട്ടരാ, അതുകൊണ്ട് അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അരുൺ സാറ് ഓഫീസിൽ പോയ മോളെ? രാവിലെ തന്നെ പോയി. എന്നാ പിന്നെ ഞാൻ വന്ന കാര്യമൊന്നും പറയണ്ട. പുള്ളിക്കാരന് എന്നെ അത്ര ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. കരുണമാമ നന്നായി കഴിഞ്ഞാ എല്ലാവരും കരുണമാമയെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്നും പറയണ്ട. എന്റെ ഭാര്യയും മോളും ആ നേരത്തും എന്നെ വെറുക്കും. എല്ലാവരും മാറും മാമ. ഇപ്പൊ തന്നെ ഉണ്ണിയേട്ടന് എന്ത് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് അവൻ ഇനിയും നന്നാകും, ജീവിക്കും. ഇപ്പോ എന്നോട് വലിയ സ്നേഹത്തിലൊക്കെയാ ഉണ്ണിയേട്ടൻ സംസാരിക്കുന്നേ. അതാ അവന്റെ ഭാവിക്ക് നല്ലത്. മോളോട് കളിച്ചവരാരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അവസാനം എല്ലാവരും മോളുടെ കാൽക്ക് തന്നെ വന്നിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. എനിക്കാരെയും കാൽച്ചുവട്ടിൽ കൊണ്ടുവരണമെന്നൊന്നും ആഗ്രഹമില്ല. എല്ലാവരും നന്നായി പോണം, പരസ്പരം സ്നേഹിക്കണം, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ഇത്രയും നല്ല മനസ്സുള്ള മോളെ ഞാനും കൂടി ചേർന്നാണല്ലോ മതിലകത്തുനിന്ന് ചവിട്ടി പുറത്താക്കിയത്. കരുണ, ഇനിയും നിനക്കതിന് കിട്ടുവടാ. ദൈവത്തോട് പറഞ്ഞതാ. ദൈവം എന്നോട് പറയേണ്ടതേ ഞാൻ പുള്ളിക്കാരനോട് നേരത്തെ അങ്ങ് പറഞ്ഞതാ. പിന്നെ നല്ല വിശപ്പ്, നല്ല മീൻകറിയുടെ മണമൊക്കെ അടിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. അരുൺ സാർ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് കഴിക്കാൻ മാത്രം ഉള്ളതേ ഉള്ളോ? അയ്യോ അല്ല, കരുണ മാമ ആവശ്യത്തിന് കഴിച്ചോ. എന്നാ പിന്നെ മാമൻ കൈ കഴുകിയിട്ട് അങ്ങിരിക്കല്ലേ. അയ്യോ, വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് കൊറേ നാളായി. വെയിലത്ത് നടന്നു വന്നതല്ലേ, നല്ല പച്ചമോരുണ്ട്, എടുക്കട്ടെ? അയ്യോ പിന്നെന്താ മോളെ, ഞാനത് ചോദിക്കാനിരിക്കുമായിരുന്നു. നിന്നാണ് നിർത്തി, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യല. ഇനിയുള്ള കാലം നിങ്ങൾക്കൊക്കെ നന്മ ചെയ്ത് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുമോ കരണം മാമ? നീ നിന്റെ കെട്ടിയോക്കും മോക്കും ഒപ്പം കൂടുവാണെങ്കിൽ ഒരു കാലത്തും നിനക്ക് നന്നാവാൻ പറ്റില്ല. ഇതേ ചേച്ചിയുടെ ഇളയ മോന്റെ അടുത്തൂടെ ഒന്ന് പറയണം. അവൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവന്റെ കാര്യം അധോഗതിയാ. പറയേണ്ടതൊക്കെ മാമൻ പോയി അനന്തരവനോടങ്ങ് പറഞ്ഞാ മതി. ഞങ്ങൾക്ക് അവനെ ഉപദേശിച്ച് ശരിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അവന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാ. അവൻ കൈവച്ചാൽ രോഗികൾ ചാകും, അവൻ കൃഷി ചെയ്താ അതും നശിക്കും. മൊത്തത്തിൽ ഒരു ശാപം കിട്ടിയ ജന്മമായി പോയി. അങ്ങനെ ശാപം കിട്ടിയ ജന്മം ആവില്ലായിരുന്നു. മാമന്റെ മോളെ ഉണ്ണി കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ. അത് സത്യ പവിത്ര പറഞ്ഞത്. എങ്കിലേ അവനിന്ന് നല്ലൊരു ഡോക്ടറായി പേരെടുത്തതിന്. ചേച്ചിയും കൂടെ അല്ലയോ അവളെ തറവാട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്? അതെ,
എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാ. ആ അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റിപ്പോയി. ഭാര്യയ്ക്കും മോക്കും വേണ്ടി കണക്കില്ലാതെ സമ്പാദിച്ചു. ഇപ്പതേ കാലണ കയ്യിലില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഇടയ്ക്ക് വിശക്കുമ്പോ വരാം. വീട്ടിനകത്ത് കയറ്റൊന്നും വേണ്ട, പുറത്തിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോളാം. എന്നാ പോട്ടെ പോട്ടെ മോളെ. നാലിലും കയറിയില്ല. ഓരോരുത്തരായിട്ട് കൂട്ടുകൂടാൻ വരിക. കാർത്തൂന്റെ അടുത്ത് പോയി ശരിക്കും തട്ടിയിട്ടാ വന്നെ. അത് പിന്നെ അങ്ങനെ ഒരു സ്വഭാവകാരിയാണല്ലോ. ആര് വന്നാലും അകത്ത് കയറ്റി ഇരുത്തി സൽക്കരിക്കും. ഏതായാലും മാമിയും മോളും ഇനി അങ്ങനെ വീട്ടിനകത്തോട്ട് കയറ്റും തോന്നില്ല. ഏതെങ്കിലും കടത്തിന്റെ കണ്ടെത്തട്ടെ കിടക്കാൻ. പവിത്രേ, വെള്ളം നിലത്തേക്ക് ഒന്ന് കുളിക്കട്ടെ. അവിടുന്ന് ആഹാരം കഴിച്ച ശേഷം വയറ്റിനകത്ത് ഒരു ഉരുണ്ട് കേട്ട ഉണ്ടല്ലോ. തെറ്റുകളിലെ കൂമ്പാരമായ എന്റെ സന്താനം മനസ്സമാധാനത്തോടെ മാസിക വായിക്കുക. ലോകത്ത് ഇതുപോലെ ഒരുത്തി ഇവള് മാത്രമേ കാണൂ. മോളെ വിജിതേ, ദേ നോക്ക്, വീണ്ടും വന്നു. ഇനി ആരുടെ ജീവൻ എടുക്കാനാ നിങ്ങൾ വന്നത്? അയ്യോ, ആരുടെയും ജീവൻ എടുക്കാനൊന്നുമല്ല, നിങ്ങൾക്കൊപ്പം ജീവിക്കാനാ. ഇനി ഇവിടെ നിങ്ങൾ താമസിക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയ്ക്കോ. മോളെ, ഞാൻ പരോളിന് വന്നൊന്നുമല്ല, സ്ഥിരമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതാ. പരോളിൽ ഇറങ്ങിയിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാലോ? ഞങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ട്, അതുകൊണ്ട് ഇറങ്ങിക്കും. തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കും. സുധേ, ഞാൻ നിന്റെ ഭർത്താവാ, ഇവളുടെ അച്ഛനും. അതൊക്കെ പണ്ട്. ഇപ്പൊ നിങ്ങളല്ല എന്റെ അച്ഛൻ. മോളെ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയല്ല. അതുപോലെ നിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ ഞാൻ ഇനി എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തണോ? ഇവിടെ നിന്ന് വൃത്തിയോട് പറയാൻ ഇറങ്ങി പോകാൻ. ദൈവത്തിനാണ്, നമ്മുടെ മോളാണ്, നിന്നാണ്. വേണ്ട വേണ്ട വേണ്ട, പറയുന്നത് മുഴുവൻ കള്ളമായിരിക്കും. ഞങ്ങളുടെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി ആണയൊന്നും ഇടണ്ട. ഒരു സമയത്ത് എനിക്ക് എന്റെ പപ്പ അഭിമാനമായിരുന്നു. എന്നാ ഇന്ന് നിങ്ങളെ പോലൊരു കോമാളിയെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. കാവിശ്ശേരി കർണനെ പറ്റി അതുപോലെ ഓരോരുത്തർ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് എനിക്കിങ്ങനൊരു അച്ഛനില്ല. കാശുള്ളപ്പോ അച്ഛന്മാര് നല്ലവരും വാപ്പരാകുമ്പോ അന്യരും ആകുന്നത് ഇന്നത്തെ ഒരു രീതിയാ.